ബി ജെ പിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നതോടുകൂടി ഒരു ബ്ലൂ പ്രിന്റ് വികസനത്തിൻ്റെ തയ്യാറാക്കുന്നു. തിരുവനന്തപുരം ഒന്നും അക്ഷരയില്ല, കേരളവും ഇല്ല, തിരുവനന്തപുരവും ഇല്ല. വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു നയാ പൈസയും മാറ്റിവെക്കാൻ അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ കേരളത്തോടുള്ള സംഘപരിവാറിൻ്റെ ഒരു യുദ്ധപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. എല്ലാ കാലത്തും സംഘപരിവാർ ശത്രുതാപരമായ സമീപനമാണ് കേരളത്തോട് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം കൂടിയാണ് ഇപ്പോഴീ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യം. പിന്നെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവർ ആകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇന്ത്യയിലില്ല എന്ന നിലയിൽ അപമാനിക്കുന്ന നില സ്വീകരിക്കുകയാണ്. പണമില്ലാതെ കേരളത്തിന് എങ്ങനെ പദ്ധതികൾ അനുവദിക്കുമെന്നാണ് സമ്പൂർണ്ണ അവഗണനയ്ക്ക് ശേഷം കേരളത്തിലെ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നത്. ദേശീയപാത 66 നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലിന് മാത്രം കേരള ഗവൺമെൻറ് 5580 കോടി രൂപ നമ്മളാണ് കൊടുത്തത്. മറ്റൊരു സംസ്ഥാനവും നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല, നമ്മൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ മാത്രമാണ്.